ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ന് ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ചലഞ്ച് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ചലഞ്ചിന്റെ പേരാണ് സ്വീറ്റ് ഓർ സ്പൈസി. അതെ, അപ്പൊ നമ്മള് സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള നമ്മള് നൂഡിൽസ് ആണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല റെഡ് കളറിൽ നല്ല മുളക് പൊടി കലക്കി വെച്ചേക്കുന്ന നൂഡിൽസ് ആണ്. ആരും ഉണ്ടാക്കിയത് ഞാൻ തന്നെയുള്ള. പിന്നെ അത് തേൻമിഠായി. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ സ്പൈസി ആയിട്ടും സ്വീറ്റ് ആയിട്ടും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ലോട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്വീറ്റും സ്പൈസി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ലോട്ട് ഇടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും. അപ്പൊ ഇട്ടാലോ? ഇടാ. 5 റൗണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആർക്കൊക്കെ സ്പൈസി കിട്ടും, ആർക്കൊക്കെ സ്വീറ്റ് കിട്ടും അറിയില്ല. ഭാഗ്യവാന്മാർക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾക്ക് എപ്പോഴും ഇങ്ങനെ എരിവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാനസിക അവസ്ഥ തന്നെ മാറിപ്പോകും. അമ്മാതിരി എരിവ് ഇട്ടിട്ടുണ്ട്, നല്ല എരിവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇടാം. റൗണ്ട് 1 ഇരിക്കുന്നു. എന്റെ പോലത്തെ അയ്യോ, ചെറിയ സാധനമൊന്നല്ല ഗൈസ്. ഇത് ഇട്ടപ്പോ തന്നെ എന്റെ നെഞ്ചിങ്ങനെ ആളുന്നുണ്ടായിരുന്നു. ദൈവം, ഇത് എനിക്കാണെങ്കിൽ ഞാൻ തീർന്നല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ തുടങ്ങല്ലേ? ഞാൻ കട്ട എരിവില ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മുളകിന്റെ കട്ടയത് ഉണ്ടാക്ക. ഇതിനകത്ത് നൂഡിൽസ് ഇല്ല ഗൈസ്, ഇതിനകത്ത് മുളക് പൊടി മാത്രം. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അധികം തൊള്ളണ്ട, അടുത്തത് വരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ അടക്കം തന്നെ ശുഭം. കൊള്ളാവോ? കൊള്ളാവോ? എന്താ ടേസ്റ്റ്? കുറച്ച് മുളക് പൊടി കലക്കി തട്ടെ, ടേസ്റ്റ് പറയും. ഞാൻ അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ചലഞ്ച് ചെയ്യുമ്പോ എന്റെ അവസ്ഥ വളരെ പരിതാപകരം. എനിക്ക് ഭയങ്കര എരിവ്, പൊക്കയുന്ന വായെല്ലാം. അത്ര ഇടണ്ടായിരുന്നു. ഞാൻ വെച്ച് വെക്കാൻ ഇതുള്ളൂ. എനിക്കറിയാം, ഇതെന്നെ കണ്ടപ്പോഴേ ഭയങ്കര അഹങ്കാരമൊക്കെ കിട്ടുന്ന വെച്ചിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ടു. എനിക്ക് കിട്ടുന്ന ഇത്തിരി ഇട്ടായിട്ട് കുറത്തേനെ. താൻ കുഴിച്ചക്കുഴിയിൽ താൻ തന്നെ വീഴും. ഇത് മൊത്തം കഴിക്കണ്ടല്ലോ. പിന്നെ കഴിക്കണ്ടേ? നിനക്ക് കിട്ടുമ്പോ ഞാനും പ്രതികാരം ചെയ്യും കേട്ടോ. ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കുറച്ചെടുത്താ മതിയായിരുന്നു. അതെ, എന്തിനും ഇത്രയും. ഇത് ഇത്രയും എടുത്തതും ഇത്രയും മുളക് പൊടി ഇട്ടതും എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം, ഞാൻ പറഞ്ഞിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് പാട്ടിട്ടിരുന്നു. ഞാനിടുന്നുണ്ട് മനസ്സിൽ. ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഞാൻ എന്റെ മനസ്സിലിടുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് വായിലിട്ടോ, നല്ല സുഖം ഉണ്ടാവും. അപ്പൊ പിന്നെ കൊറേ ഇഞ്ചിഞ്ചായിട്ട് ചാവുന്നേക്കാ ഭേദം ഒറ്റടിക്ക്. അവസരം വരും, സൂക്ഷിച്ചോ. ചെലപ്പോ ഇതൊക്കെ എനിക്ക് തന്നെ വരുമെന്ന്. ശരിക്കും എരിവുണ്ടത്. നല്ല എരിവുണ്ട്. ഇത്ര ഉണ്ടായിരുന്നു. സംഭവം അടുത്തൊന്നും എടുത്തു വെച്ചിട്ടില്ല. അത് മനസ്സിനെ ഉറപ്പിച്ചേക്കൊന്നും ഇത് എനിക്കുള്ളതൊന്നും. മതിയോ? ഒരു ബൈറ്റും കൂടെ ഉള്ള പറ്റൂല. പകുതി കഴിച്ചിട്ടുണ്ട്. ഇത് കേട്ടുമ്പോ കഴിച്ചില്ല എന്ന് പറയുന്നത് പകുതി കഴിച്ചിട്ടുണ്ട്. കയ്യുണ്ട്. വെള്ളം കുടിച്ച്. ഓ
അമ്മ പോയഞ്ഞിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്? തുടക്കം തന്നെ ഐശ്വര്യമുള്ള ഒരു തുടക്കമായിരുന്നു. അപ്പം പെട്ടെന്ന് നമുക്ക് അടുത്ത റൗണ്ടിൽ പോകാം. ചിലപ്പോ സീറ്റ് കിട്ടിയല്ലോ. ഓക്കെ ആയിരുന്നു. അപ്പൊ പുകയുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം അടുത്ത റൗണ്ടിലേക്ക് പോകാം. അപ്പൊ റൗണ്ട് നമ്പർ 2. അപ്പൊ ഇതെന്തായിരുന്നു? ബണ്ണിന് മുളക് പൊടി. ഇത് ഞാനാ ചെയ്തത്. എനിക്ക് ഇത് ചെയ്യുന്നതൊക്കെ അവർക്ക് തന്നെ കിട്ടുന്ന ഒരു സൈസ് കളി പോലെ. പക്ഷെ മിക്കവാറും എനിക്ക് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇട്ട് ഇത് എന്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞോണ്ട വെച്ചേക്കുന്നത്. ദൈവമേ, അത് കടലമിഠായി കേട്ടോ. ഇത് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് നല്ല എരിവുന്നുണ്ട്. ഫസ്റ്റ് ഞാനെടുത്തേ കുറച്ചോലെ ഇത് കിട്ടിക്കഴിഞ്ഞ ഒരു ഇത് മറ്റേത് പിന്നെ സഹിക്കായിരുന്നു. തീരെ സഹിക്കാൻ പറ്റില്ല. കട്ട മുളകാ. ഒരു കോമ്പിനേഷൻ ഇല്ല. ബണ്ണിന്റെ മണ്ടയിൽ മുളക് പൊടി ഞാനിങ്ങനെ തേച്ചപ്പോ ഞാൻ ഓർക്കണായിരുന്നു. പിന്നെ തുടങ്ങട്ടെ ഞാൻ. ഇന്നൊരു സുഖം അറിയാം. സൈഡിൽ നിന്ന് അടുക്കുന്ന വല്ല നല്ല എരിവുള്ള കഷ്ണം നോക്കി വായിൽ വെക്കണം. എങ്ങനെ തിന്നാലും ഇതെല്ലാം എന്റെ വയറ്റിലേക്കല്ലേ. എങ്ങനെയാ എന്റെ ടേസ്റ്റ് അറിയാം. അതിൽ ഒട്ടിപ്പിടിക്കുന്നു. മൊത്തം വായിലേക്ക് വെച്ചാൽ മതി. പിന്നെ ഒട്ടിപ്പിടിക്കില്ല. ചെയ്യുന്നൊന്നുമില്ലേ? കരിയുന്നൊന്നുമില്ലേ? ഇതെന്ത് ജീവി? രണ്ടാമത്തെ ഇടയിൽ നല്ല എരിയുന്നുണ്ട്. ഞാനതായി പൊട്ടത്തി ശശി കളിച്ചില്ല. എരി തന്നെയല്ലേ? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതിന് മധുരം ഉണ്ട്. ബെണ്ണിന് അതെന്നെ കുറ്റമല്ല. ഒട്ടും എനിക്ക് തോന്നില്ല. ആരും മധുരം കൂടി ആവുമ്പോ നല്ല രസമായിട്ട് തിന്നുന്നുണ്ട്. ശരിയുണ്ട്. കുറെ തിന്നുമ്പോ രണ്ടറ്റം പുകയും. പ്രതീക്ഷ എനിക്കൊക്കെ ബുദ്ധിമുട്ടില്ല. പക്ഷെ മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നൂഡിൽസ് ഭയങ്കര എരിവും നല്ല മുളക് പൊടി അങ്ങ് കുത്തി അങ്ങനെ വായ മൊത്തം പുകഞ്ഞ് പണ്ടാറണി. പക്ഷെ ഇതെനിക്ക് വല്ല തോൽവിയായിപ്പോയി. റൗണ്ട് നമ്പർ 3 പോയാൽ കുറച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ പപ്പയൊക്കെ കറി വെച്ചിട്ട് തിന്നുമ്പോ ആ ഉള്ള ഒരു ഇതേ. ഇവിടെ പിന്നെ ഭയങ്കര സ്പൈസി ആയിട്ടാണ് കറി വെക്കുക. പക്ഷെ മറ്റേത് നൂഡിൽസിന് വല്ലാത്ത എരിവ്. അത് ഞാൻ കണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളം വെച്ചിട്ട് വെള്ളമാക്കിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് പോയിട്ട് ഇളക്കുവാ മുളക് പൊടി. നമുക്ക് ഭയങ്കര. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിലെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ വല്ല വകയും കിട്ടുമോ നോക്കാം. അപ്പം മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. നമ്പർ 3 തുടങ്ങാൻ പോകും. അതെ, നേരത്തെ പാളിപ്പോയി. ഇത് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് നിറയെ കുരുമുളക് പൊടി ഇട്ട മുട്ട ഓംലെറ്റ്. ഇത് കിട്ടി കഴിയുമ്പോഴും അതെന്നെ പറയണം കേട്ടോ. വലിയ കുഴപ്പമൊന്നും. ഇത് പൈനാപ്പിൾ ആട്ടോ. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആക്കിയിട്ടൊന്ന് നോക്കാം. പക്ഷെ മുട്ട എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ പ്രശ്നം. കാരണം മുളക് പൊടി പിന്നെ തേച്ച് വെച്ചത് ഒരു കുഴപ്പമില്ലാണ്ട് ഇത് തിന്നു. ഒരു കുഴപ്പമില്ലാത്തന്നു. ഞാൻ നേരത്തെ തിന്നിട്ട് എന്റെ ഇവിടെയൊക്കെ പുകയുന്നുണ്ട്. അറിയില്ല എന്ത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അതെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തിന്നാൻ തുടങ്ങിയത്. ഉപ്പിട്ടില്ലേ? ഉപ്പിട്ടില്ല. പൊരുത്തമ്മയാ. എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ ഞാന് കുരുമുളക് ശരിക്കും പൊടിയാത്ത കുരുമുളക്, ക്രഷ്ഡാണ്. അതിന്റെ കുരുക്കളൊക്കെ
കൊറേ ഉണ്ട് ഇതിനകത്ത്, കണ്ടോ? ഇതൊന്നല്ല, ഇതിനകത്ത് കട്ടക്കിരിപ്പുണ്ട്. അപ്പൊ കുരുവൊക്കെ കടിക്കുമ്പോ നല്ല എരിവുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല കുഴപ്പമില്ല. മറ്റേ നൂഡിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോ വലിയ കുഴപ്പമില്ല. നൂഡിൽസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര എരിവായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ എരിവുണ്ട്, കുരുമുളകിന്റെ നല്ല എരിവുണ്ട്. പക്ഷെ മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോ സഹിക്കും. കുരുമുളക് കടിക്കുന്നുണ്ട് ഗൈസ്. ഈ ക്രഷിലായിപ്പോയി. കുന്തളപ്പിന് ഇന്നത്തെ 2-3 പച്ചമുളക് ഉണ്ടായിരുന്നു. എന്തിനാ ഡെക്കറേഷൻ ഇട്ടതാ? മാറ്റിയായിരുന്നു, പക്ഷെ പിന്നെ എനിക്ക് മാറ്റാൻ മടിയായിട്ട് ആദ്യം അരിഞ്ഞിട്ടു. കുറച്ച് വെള്ളം കുടിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. അതെല്ലാം എരിവും കൂടെ വന്നിട്ട് ഭയങ്കര എരിവ്. എന്തൊരു ജ്യൂസി എന്നറിയോ, വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നു. വല്ലാണ്ട് വെള്ളം ഇറക്കണ്ട. നോക്ക്, ഇവിടെ ആരോട് ചോദിച്ചിട്ട് എത്തിയിട്ട് നോക്ക്, ഇതെന്തോ കാണുന്നുണ്ടോ? അതും കുരുവാണ് നിറയെ. മറ്റേ ശരിക്കും അരഞ്ഞിട്ട് പൊടിയാത്തത്. എനിക്ക് എന്തിന്റെ കേടാണോ എന്തോ. കഷ്ണത്തിൽ ഭയങ്കര കുരുമുളകുണ്ട്. നടുഭാഗമാണോ? നടുഭാഗല്ല, എവിടെയോ കൂടുതൽ ഇട്ട് പോയിട്ടുണ്ട്. ഉപ്പിട്ടായിരുന്നോ? ഉപ്പില്ലാന്ന് തോന്നി, മറന്നുപോയതാന്ന് തോന്നുന്നു. എന്താ പൗഡറേഷനല്ലേ വരുന്നത്? ഫസ്റ്റ് ഞാൻ സ്പൈസി, പിന്നെ നീ സ്പൈസി, പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എല്ലാവർക്കും. എല്ലാതും ഒരാൾക്ക് തന്നെ കിട്ടാൻ മാറി 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 വരുന്നത്. അതാകുമ്പോ പിന്നെ സഹിക്കും. ഇതെല്ലാം ഒരാൾക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. നല്ല മധുരവും കിട്ടുമായിരിക്കും. റൗണ്ട് നമ്പർ 4. അപ്പം നമ്മുടെ അടുത്ത ഇത് എത്രാമത്തെ ചലഞ്ച്? റൗണ്ട് 4. 4ാമത്തെ ചലഞ്ചാണ്. അപ്പൊ നമ്മള് ഇത് എടുത്തിരിക്കുന്നത് പിന്നെ ഗ്രീൻ ചില്ലി സിപ്പപ്പ്. പൈനാപ്പിൾ സിപ്പപ്പ് അല്ലേ? പൈനാപ്പിൾ ആണോ? പൊട്ടിച്ച് തന്നോക്കണ്ട. പൈനാപ്പിൾ സിപ്പപ്പ് നമുക്ക് ലോട്ടിടാൻ. ഞാൻ ഫസ്റ്റ് എടുക്കും. അയ്യോ കേട്ടോ, എന്താ ഇത് വെച്ചപ്പോഴേ പൊന്നോനോട് പറഞ്ഞു ചേച്ചിക്ക് സ്പൈസി, ചേച്ചിക്ക് പച്ചമുളക് കിട്ടുമെന്ന് പറഞ്ഞു. കേട്ടോളാണ് പറഞ്ഞോണ്ട. ഇത് കഴിഞ്ഞ എനിക്ക് ബാക്കി പരിപാടിക്ക് വല്ലതും ഉണ്ടോ? വെള്ളമുണ്ട്, വെള്ളം കുടിച്ചോ. ഒച്ചയൊന്നുമില്ലല്ലോ. ഇത് മനുഷ്യ ജന്മൊന്നുമല്ല തോന്നി. ഇതിപ്പോ എനിക്കാണോ സ്പൈസി കിട്ടി, ഇവക്കാണോ സ്പൈസി കിട്ടി? എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്കിന്നല്ലേ സ്വീറ്റ് കിട്ടിയേ? മാർക്ക് പറ്റുന്നില്ല. ഇത് എരിവൊന്നുമില്ല, എരിവില്ലേ? പിന്നെ ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ എരിയല്ലോ. കണ്ണീര് അല്ല, ഇങ്ങനെ അറിയാം. ഇച്ചിരി ഇവിടെ കുഴപ്പമില്ല. കൊത്തി പൊങ്ങട്ടെ. എന്തായിരുന്നു കൊക്ക് കുറച്ചേരം കൂടെ നിക്ക പൊങ്ങിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് എന്നാ കടിച്ചിട്ട് മറ്റേ
ഇത് സ്വീറ്റ്സ് എന്തോ കടിച്ചു നിന്നോളെ ബിസ്ക്കറ്റൊക്കെ കടിച്ചതുപോലെ കടിച്ചില്ല. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എരിവുണ്ട്. എന്നിട്ട് വലിയ ഓടി 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 അയ്യോ 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 ഇവിടെ എല്ലാം തട്ടി മറിച്ചിട്ടിട്ട് ഓടും എരിഞ്ഞിട്ട്. അപ്പൊ നമ്മള് 5ാമത്തെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ചിലവരൊക്കെ ഇവിടെ എരിവില്ല എരിവില്ല എന്നിട്ട് ബിസ്ക്കറ്റ് കണക്കെ പച്ചമുളക് തിന്നിട്ട് ഈ വീട് മുഴുവൻ ഓട്ടോ ആയിരുന്നു. അമ്മേ അപ്പേ എന്ന് പറഞ്ഞ ഓട്ടോ ആയിരുന്നു. ഇപ്പൊ ഈ അണ്ണാക്കിൽ കൊണ്ടുപോയിട്ട് ഐസ് കെട്ടി വെച്ചിരിക്കുക. എന്തൊക്കെയായിരുന്നു അവിടെ പലരും ചിരിക്കുന്നുണ്ട്. അണ്ണാക്കിൽ ഐസ് കൊണ്ടുപോയി വെച്ചിട്ട് അണ്ണാക്കലുണ്ട് കാണിച്ചെടുത്തേ ഐസ് കൊണ്ട് വെച്ചിട്ട് ഇവിടെ കിടന്ന് ഭരതനാട്യം കുച്ചിപ്പിടിയൊക്കെ കളിക്കുന്നുണ്ട്. വീഡിയോ എടുത്താൽ മതിയായിരുന്നു. ഇനി പാവം തോന്നിയിട്ട് എടുത്തില്ല. എന്തൊക്കെയായിരുന്നു എരിവില്ല ബിസ്ക്കറ്റ് എരിയുന്നില്ല. ഞാൻ ആ വെച്ച് കഴിച്ച ഈ ആ നാക്കിന്റെ ഒരു ഭാഗം മാത്രം എനിക്കിനെ കുത്തി 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 എന്നെ പോകുന്നു. അത് വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ട് വരുന്നില്ല. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. ഇതാരാ ഇതാരാ ആരാന്നറിയത് ആരാ? അപ്പൊ നമ്മള് 5ാമത്തെ റൗണ്ടിലേക്ക് പോകാണ്. ഞാനിടാൻ നീ എടുത്ത ഫസ്റ്റ്. ഇതില് ഞാൻ വലിയ കളിയാക്കുന്നുണ്ട്. എനിക്ക് കിട്ടിക്കഴിഞ്ഞാ ഏതാ വേണ്ടത്? ദേഹത്തിനാണ് ഭയങ്കര ഇഷ്ട. കാണിച്ചു കൊടുക്കൂട്ടോ. കാണിച്ചു കൊടുത്ത് ഞാൻ കൊടുക്കും. വെല്ല എനിക്ക് വെല്ല ഇഷ്ടമല്ല. ഞാൻ ഒരു മീഡിയം മധുരം കണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ മധുരം കഴിക്കില്ല. മധുരം കണ്ട് എനിക്ക് ഛർദ്ദിക്കും. ഞാൻ പിന്നെ നീ ചോദിച്ചോ ബുദ്ധിമുട്ടുള്ളവരെ. അയ്യോ ഇഷ്ടമല്ല. ഈ മുഴുവെല്ലാം പിന്നെ എന്നെ കൊണ്ടാവില്ല കേട്ടോ. ഞാൻ തിന്നണോ? അതതിലിട്. നീ തിന്നോ? നീ തിന്നോട് പ്രശ്നം തിന്നോ? അതിലൊന്നും ഇല്ല കുഞ്ഞ്. ഞാൻ പറഞ്ഞില്ല നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നീ തിന്നോ? നല്ല എന്ത് സാധനം അടിയുന്നു കഴിക്കാൻ തോന്നില്ല. ഞാൻ കഴിക്കാം. ഓ ഇവളൊക്കെ തീരെ തിന്നോണ്ട് കിടക്കണം. എങ്ങനെയാ കൊള്ളാവോ? ഞാൻ പച്ചമുളകോ ഒരു അംശമില്ലാണ് ഞാൻ തോന്നുന്നത്. വെന്ത മുളകല്ലേ അത്? വെള്ളം നമ്മൾ ഇറക്കി ഇടാം. ചിരിച്ചു നിക്കളെ ചെയ്യുന്നതിനൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ഇവന് ആരെങ്കിലും എങ്ങോട്ടും കൊണ്ടുപോകും. ഞാൻ ചിലപ്പോ ഇറുക്കി പൊട്ടിക്കും. ഞാൻ കഴിഞ്ഞിട്ട് നല്ല എരിവുണ്ട്. തീരെ പറ്റൂല. അതായത് ഇവിടെ തട്ടിപ്പോയി ഈ ഭാഗം. അപ്പോൾ ഗെയ്സ് നമ്മൾ ഒരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ കൊച്ച് എൻ്റെ മടിയിലുണ്ടായിരുന്നല്ലോ. കൊച്ച് ഇറങ്ങിപ്പോയപ്പം അവന് അതിൽ നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങോട്ട് ചെറുതായിട്ട് തട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിനുശേഷം മൈക്കിനെന്തോ ഇഷ്യൂ വന്നു. വോയിസ് കട്ടായിപ്പോയി. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളവിടെ ഘോരഘോരം പ്രസംഗിച്ച് വീഡിയോ ചെയ്യായിരുന്നു. അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിച്ച് ഭയങ്കര ഇതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് അവസാനം ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞങ്ങൾ അപ്പം തന്നെ എഡിറ്റ് ചെയ്തിടാന്ന് ഓർത്തിട്ട് മുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് നമ്മളിതിങ്ങനെ കണ്ട് നോക്കി വന്നപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ നോക്കുമ്പോൾ വോയിസ് ഇല്ല. അപ്പം ഞങ്ങൾക്ക് ആകെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായ കൊച്ചെന്തോ തട്ടിപ്പോയിട്ട് വോയിസ് കട്ടായിപ്പോയതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് കളയാൻ വയ്യ. ഞങ്ങൾ ഭയങ്കര അല്ലേ ഭയങ്കര ഒന്ന് ഫസ്റ്റ് ചാലഞ്ച് ആദ്യത്തെ ചാലഞ്ച്. പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി ചെയ്തൊരു ചലഞ്ചായിരുന്നു. അത് നമുക്ക് കളയാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യും? കാരണം പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാനും പറ്റത്തില്ല. കാരണം നമ്മൾ അത്രയ്ക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ചലഞ്ചായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് ഇടാം. ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ളൊരു വോയിസ് കൊടുത്തിട്ട്
ഇടാന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വോയിസ് കൊടുക്കുന്നത്. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അതെ, ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾക്കിത് കളയാൻ ഞങ്ങൾക്ക് തോന്നില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്ത കൊച്ചിറങ്ങിപ്പോയി, കൊച്ച് തട്ടിയത് ഞങ്ങൾ കണ്ടു. പക്ഷെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പറ്റുന്നു. അങ്ങനെ അപ്പൊ വീഡിയോ നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വോയിസ് ഉണ്ട്, ഇത് പകുതിക്ക് വെച്ചാണ് വോയിസ് നിന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ കണ്ടായിരുന്നു നമ്മളത് ഒന്നും കൂടെ വേണം ഇതാക്കുമായിരുന്നു. അപ്പൊ കണ്ടില്ല, പരിപാടി എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് അത് കണ്ടത്. അത് എഡിറ്റ് ചെയ്യാൻ കയറിയത് ഫസ്റ്റ് നമ്മളത് ഭയങ്കര ചിരിച്ച് കളിച്ച് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ കണ്ട് വന്നപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും വോയിസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോയിൽ വോയിസ് ഉണ്ട്, ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നോക്കിയപ്പോൾ വീഡിയോയിലും വോയിസ് ഇല്ല. അപ്പോഴത്തേക്ക് എൻ്റെ കിളിയെല്ലാം പറന്നുപോയി. കാരണം നമുക്കിത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിന് വോയിസ് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ഇടാമെന്ന് ഓർത്തു. കാരണം നമുക്ക് വേറെ വഴിയില്ല. എനിക്കിത് കളയാനേ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനിവിടെ നല്ല രസമുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് രസമുണ്ടല്ലോ എന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ചലഞ്ചിങ് വീഡിയോസ് ഒന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിവിടെ അടുത്ത് എപ്പോഴും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നതാണ്. ഇവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും കുത്തിയിരുന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഇടണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അല്ലാത്ത വീഡിയോകളൊക്കെ പറ്റുന്ന പോലെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് യൂട്യൂബിൽ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ വിളിത്തോണ്ട് ചലഞ്ചിങ് വീഡിയോ എന്തെങ്കിലും നമുക്ക് ഇടാം, നല്ല നമുക്കൊരു ടൈം പാസ്സാണ്, കാണുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്തതാണ്. അപ്പം അത്രയും ഞാൻ കാത്തിരുന്ന് ഞങ്ങൾ ചെയ്തൊരു വീഡിയോ. അപ്പം അതിനകത്ത് അവൻ കണ്ട രണ്ടാമതും കയറി വന്നിരുന്നു. അപ്പം അവനെ എന്ന് വെച്ചാൽ ഇങ്ങനെ കൈയും കാലം അടങ്ങിയിരിക്കാതെ ഓടിക്കളിക്കുന്ന ഒരു കൊച്ചാണ്. അവനെവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല. അപ്പോൾ പിന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവനെ പക്ഷെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് നീങ്ങിയതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാലറിയാം, അങ്ങനെ തോന്നില്ല. പക്ഷെ അതിൽ ഇത്രയും വലിയൊരു ഇത് വരുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളുടെ വോയിസ് മൊത്തം അങ്ങ് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ തകർന്നു പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത് നമുക്ക് വോയിസ് കൊടുത്തിട്ട് വീഡിയോ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ പറയാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ വോയിസ് കൊടുത്തിട്ട് അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ മിസ്സായിപ്പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഭയങ്കര കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം എന്താ പറയുക, ഇത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനൊരു സംഭവം നടന്നു നിർത്തിട്ട് ഞങ്ങളെ വീഡിയോ കാണാതിരിക്കരുത്. ഇനിയും ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഇനി ഇടുന്നതായിരിക്കും. അന്നേരം ഇതുപോലുള്ള ഫാൾട്ടുകൾ നമ്മൾ പറ്റാതെ സ്റ്റാർട്ടിങ് അല്ലേ, ഫസ്റ്റ് വീഡിയോ ആദ്യത്തെ വീഡിയോ അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ മൈക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ട് കുറേ മാസങ്ങളായെങ്കിലും ഞങ്ങൾ ഇതുവരെ മൈക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അങ്ങനെ വീഡിയോസൊന്നും അധികം ഇട്ടിട്ടില്ല. മൈക്കില്ലാതെ വോയിസ് കൂട്ടി, സാധാരണ എല്ലാവരും മൈക്കില്ലാത്തത് കൊണ്ട് മൈക്ക് വെക്കാണ്ട് വീഡിയോ എടുക്കും. ഞങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ട് മൈക്ക് അട്ടപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ വോയിസ് കൂട്ടി വീഡിയോ എടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മൈക്ക് വെക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വല്ലപ്പോഴും മാത്രമേ മൈക്ക് വെക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ഇവള് പറഞ്ഞു മൈക്കൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് മൈക്കൊക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുത്തത്. അതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. മൈക്കില്ലായിരുന്നെങ്കിൽ നമുക്കതൊരു വിഷയം വന്നില്ലായിരുന്നു അല്ലേ. മൈക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. കാരണം ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വോയിസ് അങ്ങനെ കട്ടായി പോകുന്നില്ല. കാരണം വോയിസ് എങ്ങനെയായാലും കിട്ടുമായിരുന്നു. ഇതിപ്പോൾ മൈക്ക് വെച്ച് ഞങ്ങൾ ആറ്റുനോറ്റൊന്ന് മൈക്ക് വെച്ച് വീഡിയോ എടുത്തപ്പോൾ അതിങ്ങനെയായി. സാരമില്ല, ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഞങ്ങൾ ഇതൊക്കെ നമുക്ക് ഓരോ ഫസ്റ്റ് ടൈമിൽ നമുക്ക് എന്തൊക്കെ പറ്റും, എന്തൊക്കെ ഇതായി നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇനി അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, തെറ്റുകൾ നികത്തും. തെറ്റുകൾ നികത്തുന്നതെന്നല്ല, ഒരു ഇംഗ്ലീഷിൽ പറയടി, ദുഷ്ട ആസ്ഥാനത്ത് കയറിയിട്ട് ചോദിക്കുന്നു. പിന്നെ നമ്മൾ എന്താ പറയാ, ഇതുപോലുള്ള ഫെയിലർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണല്ലോ. അതെ, നമ്മള് പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി, എന്തോ പടി. അപ്പൊ നമ്മള് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതുപോലുള്ള തെറ്റുകൾ പറ്റാതെ ഇരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയത് ഞങ്ങളുടെ കുറ്റമല്ല കേട്ടോ. ഇതുപോലെയൊക്കെ നമ്മൾ അറിയാണ്ട് പറ്റും, ടെക്നിക്കൽ ഇഷ്യൂ നമ്മൾ ചെയ്തല്ലേ. നമ്മളെ കണ്ടോ അറിയാണ്ട് കിടന്നിട്ട് നമ്മൾ എന്നാ ചേപ്പാ ചലിക്കുന്നത്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് ടെക്നിക്കൽ ഇഷ്യൂ ആയിപ്പോയതാണ്. അതെ, നമ്മൾ അവിടെ കിടന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ അറിയില്ല, അറിഞ്ഞായിരുന്നു ഞങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുമോ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഞങ്ങളുടെ വീഡിയോ കാണാതിരിക്കരുത്. നമ്മൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരും. കാരണം നിങ്ങൾക്ക് പിന്നെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതുപോലത്തെ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരും അല്ലേ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം
ഞങ്ങൾക്ക് ഒന്നാമത് കൊച്ചുള്ളതുകൊണ്ട് സമയം കിട്ടുന്നില്ല, പിന്നെ ഇവക്ക് ഉറങ്ങി സമയം കിട്ടുന്നില്ല, എനിക്ക് അല്ലാണ്ട് സമയം കിട്ടുന്നില്ല. അപ്പം ഞങ്ങളുടെ എല്ലാ സമയങ്ങളും ഒത്തണക്കി വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം എല്ലാം കൂടെ ഞങ്ങളൊന്ന് സെറ്റായിട്ട് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരും. അപ്പം എന്തായാലും ഇനി ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾ ഇനി വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ഭയങ്കര എന്താ പറയുക ചലഞ്ചിങ് ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് കോമഡി മറ്റുള്ളവർക്ക് നമുക്ക് കോമഡിയിലാണ് നമുക്ക് ഭയങ്കര ഒരു ഇതുള്ള അല്ലേ, നമ്മള് മറ്റേ സീരിയസ് ആയിട്ടുള്ള അതൊന്നും നമുക്ക് പറ്റില്ല. അതെ, അമ്മ ഷോർട്സിലൊക്കെ അമ്മ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് സീരിയസ് ആയിട്ട് അഭിനയിക്കായിരുന്നു. പക്ഷെ അതിനൊന്നും റീച്ച് ഇല്ല. അത് മാത്രമല്ല എന്നോട് ഇച്ചായം പറയും എന്തെന്നാ ഇതെന്ന് വെച്ചിട്ട് കളിയാക്കും. പിന്നെ ഞാൻ കുറെ റൊമാൻറ്റിക് ഒക്കെ ചെയ്ത് നോക്കി. അന്നേരം ഇച്ചായം പറയും നാണം ഉണ്ടെന്ന് എനിക്ക് മാറ്റിക്കളായിരുന്നു, കാരണം രസമില്ല എന്ന് പറയുന്നത് എൻ്റെ മുഖത്തിന് അതൊന്നും ചേരില്ല. പിന്നെ ഞാൻ കോമഡി ഇട്ടപ്പോൾ ഇച്ചായം കൊണ്ട് എത്ര വേണേലും ഇട്ടോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കോമഡി എല്ലാവരും പറഞ്ഞു, ഏകദേശം എന്നെ അറിയുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ഏകദേശം കുറച്ച് പേരൊക്കെ ഉണ്ട്. കുറേ പേരൊന്നും പറയുന്നില്ല, കുറേ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കോമഡിയാണ് എനിക്ക് ചേരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ വായിന്ന് വരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ചെറവറ അങ്ങനെയൊക്കെ വരും. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒന്നും എൻ്റെ മുഖത്തും വരില്ല, എൻ്റെ നാവിലും വരില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കോമഡി ആയിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുള്ള തരത്തിൽ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാൻ ഓർത്തു. പിന്നെ ഇപ്പോൾ ഈ ഷോർട്സൊക്കെ ഞാൻ കുറവാണ് ഇടുന്നത്. ഷോർട്സ് കുറവാണ്, കാരണം എനിക്ക് ടൈമില്ല. ഉള്ള ടൈമിൽ ഇച്ചിരി അവൻ ഉറങ്ങുന്ന ടൈമായിരിക്കും. ആ ടൈമിൽ ഞാൻ ഓർക്കും കുറച്ച് നേരം കിടക്കാമെന്ന്. അതുകൊണ്ട് അങ്ങനെയൊന്നും ടൈമില്ല. അപ്പോൾ ഉള്ള ടൈമിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ലാസ്റ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അമ്മ ആർക്കും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊക്കെ ഉമ്മ തരുമായിരുന്നു. അതൊക്കെ മിസ്സായിപ്പോയി. നിങ്ങൾക്കൊരു ഉമ്മ മിസ്സായിപ്പോയി. അതെ, നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. അപ്പം എല്ലാവരും ഇനി വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ. ടാറ്റ പറഞ്ഞ് പോകുന്നില്ലേ? ടാറ്റാ. അല്ല, അമ്മ ഉമ്മ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചത് ആർക്കായതെന്ന്. അപ്പം ഞാനിതൊന്നും ബൈ.